ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 20-ാം അധ്യായം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവിടെ അവളെ അടക്കം ചെയ്തു. ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. ജനം മോശയോട് കലഹിച്ചു. ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവുമില്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 20-ാം അധ്യായവും 19-ാം അധ്യായവും തമ്മിൽ ഒരു 37-38 വർഷത്തെ കാലതാമസമുണ്ട്. എന്നാൽ നമ്മളിത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുകയില്ല. മിരിയാം ഇവിടെ വെച്ചാണ് മരിക്കുന്നത്. 38 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ മക്കളിൽ ചിലർ കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയി. അവർ ഇതിൽ 10 പേരും മടങ്ങി വന്ന് മോശം വർത്തമാനമാണ് ജനത്തെ അറിയിച്ചത്. അത് മുഖാന്തരം ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരായി പിറുപിറുത്തു, കലഹിച്ചു. അതിൻ്റെ ഫലമായി ദൈവം ഇസ്രായേൽ മക്കളെ അടുത്ത 38 വർഷം ഈ മരുഭൂമിയിലൂടെ അലയുവാനായി അയച്ചു. ഈ സമയത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. കാരണം കാര്യമായി ഒന്നും സംഭവിച്ചില്ല. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, മന്ന തിന്നുന്നു, അവിടെ താമസിക്കുന്നു, വൈകുന്നേരം കിടന്നുറങ്ങുന്നു. കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ പാളയം അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യവും സംഭവിക്കാതെ ബോറൻ ജീവിതമാണ് ഇസ്രായേൽ മക്കൾ ആ മരുഭൂമിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. പല ആളുകളും വിചാരിക്കുന്നത് ദൈവത്തെ അനുസരിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുക എന്നത് ബോറൻ പരിപാടിയാണെന്നാണ്. അതിലൊരു രസവുമില്ലെന്നാണ്. എന്നാൽ വാസ്തവം അതല്ല. ദൈവത്തെ അനുസരിക്കാതെ ദൈവകൽപ്പനകൾക്കെതിരെ മറുതലിച്ച് ദൈവവചനം എനിക്ക് വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതമാണ് ഏറ്റവും ബോറ്. അവരുടെ ജീവിതത്തിലാണ് രസകരവും എക്സൈറ്റിങ്ങുമായിട്ടുള്ള ഒന്നും സംഭവിക്കാത്തത്. എന്നാൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ഒരിക്കലും ബോറിംഗ് അല്ല, അത് എക്സൈറ്റിംഗ് ആണ്. കാരണം ദൈവ ആത്മാവ് നടത്തുന്നതനുസരിച്ചാണ് അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. അതിൽ വളരെ വെല്ലുവിളികളുണ്ട്. അതിരസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും. എന്നാൽ ഇവിടെ 37 വർഷം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ രസകരമായ ഒന്നും ഉണ്ടായില്ല. കാരണം ദൈവത്തിനെതിരെ മത്സരിച്ചു. മിരിയാമിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. മിരിയാമിന് വളരെ നല്ലൊരു തുടക്കമുണ്ടായിരുന്നു. മോശ ഒരു ശിശുവായിരുന്നപ്പോൾ അയാളുടെ ജീവനെ രക്ഷിക്കുന്നതിൽ മോശയുടെ മൂത്ത സഹോദരിയായ മിരിയാം വളരെ വലിയൊരു പങ്ക് വഹിച്ചു. അത് നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല, മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു പോന്നപ്പോൾ അവരെ പാട്ടിലും ആരാധനയിലും നൃത്തത്തിലും നയിച്ചവളാണ് മിരിയാം. വലിയൊരു ആത്മീക നേതൃത്വം മിരിയാമിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മോശയ്ക്കെതിരെ പിറുപിറുത്തു, മോശയ്ക്കെതിരെ സംസാരിച്ചതുകൊണ്ട് മിരിയാമിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അത്ര നല്ലതല്ലായിരുന്നു. പലരും നന്നായി തുടങ്ങും, പക്ഷേ നന്നായി അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. മിരിയാം അതിനൊരു ഉദാഹരണമാണ്. മിരിയാം അവിടെ വെച്ച് മരിച്ചു. അവളെ അടക്കം ചെയ്തു. ആ സ്ഥലത്ത് കാദേശിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത അവിടെ വെള്ളമുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ആളുകൾ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി. വെള്ളമില്ലെങ്കിൽ നമ്മുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളും പിറുപിറുക്കും. കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ, ശുദ്ധീകരണത്തിന് വെള്ളമില്ലെങ്കിൽ
ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങൾ വെള്ളമില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ഇസ്രായേൽ മക്കൾ വെള്ളമില്ലാതെ പിറുപിറുത്തപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയുമെങ്കിലും നമ്മൾ ആ സാഹചര്യത്തിൽ കൂടി കടന്നുപോയാൽ നമ്മളും അങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ. അവർ മോശയ്ക്കും അഹരോനുമെതിരെ കൂട്ടം കൂടി. അവർ കലഹിച്ചു. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇതേ അധ്യായത്തിൽ തന്നെ കേട്ടിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ ഇതേ വാക്കുകൾ പറഞ്ഞവർ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഈ പറഞ്ഞ ആളുകളുടെ മുമ്പുണ്ടായിരുന്ന തലമുറയാണ്. അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചെങ്കടൽ കടന്നു. ഉടൻ തന്നെ വെള്ളമില്ല. മോശയ്ക്കും അഹരോനുമെതിരായി അവർ പിറുപിറുത്തു, പരാതി പറഞ്ഞു. ദൈവം അവർക്ക് വെള്ളം നൽകി. പിന്നീട് പാറയിൽ നിന്ന് വെള്ളം നൽകി. ഇതൊക്കെ നമുക്കറിയാമെങ്കിലും ഇതിനു മുമ്പ്, ഈ വെള്ളം ലഭിക്കുന്നതിന് മുമ്പ് അവർ പിറുപിറുത്തു, ദൈവത്തിന് വിരോധമായി മത്സരിച്ചു. ഇപ്പോൾ അവരുടെ മക്കൾ വെള്ളമില്ലാതെ വന്നപ്പോൾ അതേ കാര്യം ചെയ്യുകയാണ്. അവർക്ക് വെള്ളമില്ലാതെ വന്നപ്പോൾ, മുമ്പുണ്ടായിരുന്ന തലമുറയ്ക്ക് വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ പിറുപിറുത്തു. പക്ഷേ ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. കഴിഞ്ഞ 40 വർഷമായി ദൈവം അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കാണാനോ മനസ്സിലാക്കാനോ ഉള്ള വിശ്വാസത്തിൻ്റെ കണ്ണ് ഈ തലമുറയിലുള്ളവർക്കും ഇല്ലായിരുന്നു. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു, അവർ എങ്ങനെ സംസാരിക്കുന്നു എന്ന കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സദസ്സ് എപ്പോഴും അവരോട് കൂടെയുണ്ട്. മാതാപിതാക്കളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ സദസ്സ് അവരുടെ മക്കളാണ്. വെള്ളമില്ലാതെ വന്നപ്പോൾ ദൈവത്തിനും ദൈവദാസന്മാർക്കുമെതിരെ മത്സരിക്കുകയും പിറുപിറുക്കുകയും ചെയ്ത ആളുകളുടെ മക്കൾ ആ കാര്യം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചു. ഞങ്ങൾക്ക് ദൈവമാണ് വെള്ളം തന്നത് എന്ന് പറയാനോ ദൈവത്തിന് നന്ദി പറയാനോ അവർ സമയം ചെലവഴിച്ചില്ല. അതുകൊണ്ടാണ് വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ കലഹിച്ചത്. ദൈവമാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ വെള്ളമില്ലാതെ വരുമ്പോൾ തീർച്ചയായും ദൈവത്തോട് ചോദിച്ചാൽ പോരെ, പ്രാർത്ഥിച്ചാൽ പോരെ. അതിന് പകരം അവർ കലഹിക്കുകയാണ്. അതിൻ്റെ കാരണം അവരുടെ മാതാപിതാക്കൾ ചെയ്തു തന്നെ അവരും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വിശ്വാസത്തോടെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് അവർ കാണാനിടയായാൽ അതവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ വിശ്വാസമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളോട് നമ്മൾ പ്രതികരിച്ചാൽ, ആ നിലയിൽ നമ്മൾ സംസാരിച്ചാൽ അത് നമുക്ക് ദോഷമായി തീരുമെന്ന് മാത്രമല്ല, അടുത്ത തലമുറയ്ക്കും അത് ശാപത്തിന് കാരണമായി തീരും. ഇവിടെ അതാണ് സംഭവിച്ചത്. മാതാപിതാക്കൾ ചെയ്ത അതേ കാര്യം മക്കൾ ചെയ്യുന്നു. അവർ പറയുകയാണ്, ഞങ്ങളുടെ സഹോദരന്മാർ മരിച്ചുപോയി, അത് ഞങ്ങൾക്കറിയാം. ഇവരുടെ സഹോദരന്മാർ എങ്ങനെയാണ് മരുഭൂമിയിൽ മരിച്ചത്? ബാധ കൊണ്ട് മരിച്ചു. ദൈവത്തിനെതിരെ മത്സരിച്ചിട്ട് ബാധ കൊണ്ട് മരിച്ചു. അഗ്നി സർപ്പങ്ങൾ വന്നു. ഇറച്ചി വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. ഇറച്ചി കിട്ടി, പക്ഷേ അതോടൊപ്പം ആയിരങ്ങൾ മരിച്ചു വീണു. ഇങ്ങനെ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് മത്സരിച്ചതിൻ്റെ ഫലമായി അവരുടെ സഹോദരന്മാർ മരിച്ചു വീണു. ഇപ്പോഴും അവർ പറയുന്നത് അതായിരുന്നു ഭേദം. ഞങ്ങൾ എന്തിന് ജീവിക്കുന്നു? ഞങ്ങൾ മരിച്ചാൽ കൊള്ളായിരുന്നു എന്നവർ പറയുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിന്? 4-ാം വാക്യം. ഇവർ ദൈവത്തിനും ദൈവദാസന്മാർക്കും എതിരെ മത്സരിക്കുമ്പോഴും അവർ ചില ആത്മീയ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ യഹോവയുടെ സഭയാണ്, പക്ഷേ ഞങ്ങൾ ഇവിടെ വരാൻ കാരണം ദൈവമല്ല, നിങ്ങളാണെന്ന്. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? 5-ാം വാക്യം. ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. ഈ വല്ലാത്ത സ്ഥലത്ത് നിങ്ങളാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങളെ
മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു അവർ പറയുകയാണ്. മാത്രമല്ല, ഇവിടെ വിത്തില്ല, അത്തിപ്പഴമില്ല, മുന്തിരിപ്പഴമില്ല, മാതളപ്പഴമില്ല, വെള്ളവുമില്ല. മിസ്രൈമിൽ പിന്നെ അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ആയിരുന്നല്ലോ. ആളുകൾ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. അവർ യാതൊരു ഓർമ്മയുമില്ലാതെ, യാതൊരു നന്ദിയുമില്ലാതെ ദേവദാസന്മാരോട് കലഹിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി എന്താണ് ഉണ്ടായത് എന്ന് തുടർന്ന് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.